ഹലോ ഗൈസ്, ഞങ്ങളുടെ വീടിൻ്റെ തെരുവിൽ വെച്ചിട്ട് വേറൊരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ ഫ്ലോട്ടും ഘോഷയാത്രയൊക്കെ പോകാൻ വേണ്ടി ഇവിടെ നിന്നാണ് റെഡിയായി പോകുന്നത്. അപ്പോൾ അതിന് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഫ്യൂഷൻ ചെണ്ടയും വയലിനൊക്കെ ചേർത്തിട്ട് അങ്ങനൊരു സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു, നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഘോഷയാത്രയാണ്, മറ്റേ താലപ്പൊലിയൊക്കെ ഉണ്ടല്ലോ, അതാണ് ഈ മുത്തുകടയൊക്കെ ചൂടി പോകുന്നത്. പിന്നെ ഇതുപോലെ താലപ്പൊലിയുടെ നേർച്ച നേർന്ന കുട്ടികളൊക്കെ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ വിളക്കെട്ട്, ഒരു 6-7 വിളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു, അതും കൊള്ളായിരുന്നു നല്ല. പിന്നെ കുറച്ച് ആൻറ്റിമാരുടെ ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ദേവി ക്ഷേത്രത്തിലതാണ് ഈ ഘോഷയാത്ര. ദേവിയെ കൊണ്ടുവന്നതാണിത്, അതിൻ്റെ ബാക്കിൽ നിന്നാണിത്. പിന്നെ രഥമുണ്ട്, പിന്നെ തെയ്യം തിറ, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെ ഇതുപോലത്തെ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് മയിലിൻ്റെ വേഷം കിട്ടിയ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ തെരുവിൽ നിന്നാണ് ഇതെല്ലാം കെട്ടി, അതത് അഗസ്ത്യാർ തെരുവെന്നാണ് പറയുന്നത്. അഗസ്ത്യാർ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുപോകും. ഇതെൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് കളിക്കാൻ വന്നതാണ്. എൻ്റെ എന്തോ മുത്തപ്പൻ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്. കുഞ്ഞിൻ്റെ പേടിച്ച് പോയത്, അവനെ കളിപ്പിക്കാൻ നോക്കിയാണ്, പക്ഷേ അത് പറ്റില്ല. ഇത് പിന്നെ മഞ്ഞപ്പടയുടെ ബാൻഡാണ്, സൂപ്പറായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട മഞ്ഞപ്പടയും ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ ഒരു ചെണ്ടമേളമാണ്, അടിപൊളിയായിരുന്നു. ഇതും കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവന് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ പേടിയാണ്. നമ്മുടെ മമ്മൂട്ടി, മോഹൻലാൽ, ഇത് ഡാഗിനി, കുട്ടൂസൻ, അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ മറ്റേ കളർ പേപ്പറൊക്കെ ഇങ്ങനെ വിടുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതും എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ നല്ല നല്ല ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീടിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് കാണാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ